നമസ്തേ, വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമഃ. ഓം ശ്രീ മഹാകൃഷ്ണ കുച്ഛയായ നമഃ. എൻ്റെ പ്രിയപ്പെട്ട സ്വാമിയുടെ ഭക്തരെ, നമ്മളിപ്പോൾ പല വീഡിയോസുകൾ കാണുമ്പോഴും പല വീഡിയോസിന്റെ അടിയിൽ നോക്കുമ്പോഴും വളരെ മോശമായ രീതിയിൽ കമന്റുകൾ സ്വാമിയെ പറ്റി കാണുന്നുണ്ട്. അല്ലെങ്കിൽ സ്വാമിയുടെ കാര്യങ്ങൾ പറയുന്ന വ്യക്തികളെ, ഉപാസകരെ, ഭക്തരെ, പൂജാരിമാരെ പറ്റിയിട്ടൊക്കെ അനാവശ്യങ്ങൾ പറയണ കാണുന്നുണ്ട്. നമ്മൾ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാത്തിനെയും ബഹുമാനിക്കാനാണ് നമ്മുടെ ഹൈന്ദവ ആചാരം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഗുരുർ ബ്രഹ്മോ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമ്മള് നമ്മുടെ പരമ്പരയായിട്ട് നമ്മുടെ മാതാവിനെയും പിതാവിനെയും മഹാദേവനെയും നമ്മുടെ എല്ലാവരെയും ഗുരുസ്ഥാനത്ത് നിർത്തിയിട്ട് നമ്മളോട് എല്ലാവരെയും ബഹുമാനിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിഥി ദേവോ ഭവ. അതിഥിയെ നമ്മള് വളരെയധികം നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിനെ ഊട്ടി കൊണ്ടുപോകുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ. അപ്പൊ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളിലും ബഹുമാനാർത്ഥം മുന്നോട്ട് പോകേണ്ട ആളുകൾ പരസ്പരം ബഹുമാനിക്കണം. അതിപ്പോ നമ്മൾ കാണുന്ന ഒരു വ്യക്തി, ഇന്ന് കാണുന്ന ഒരു വ്യക്തിനാണെങ്കിൽ ബഹുമാനിക്കുന്നോട് ഒരു തെറ്റുന്നില്ല. ഗീവ് ആൻഡ് ടേക്ക് ആണ് റെസ്പെക്ട് എന്ന് പറഞ്ഞാല്. കൊടുക്കുന്നത് തിരിച്ചു കിട്ടുന്നു. നമ്മൾ മോശമായിട്ടാണ് ഒരു വ്യക്തിയോട് പെരുമാറുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ തിരിച്ചും മോശം തന്നെ പ്രതീക്ഷിക്കണ്ടോ? നമ്മൾ നല്ല രീതിയിൽ പ്രതികരിച്ചു നോക്കിയൊരു ആളോട് വളരെ സൗമ്യമായിട്ടാണ്, എത്ര വലിയ ദുഷ്ടനാണെങ്കിലും എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പെരുമാറിയ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണെങ്കിൽ, നമുക്ക് അനുഭവം ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ ദയവ് ചെയ്ത് അതിന് നമ്മളൊരു അനാവശ്യം പറയുന്നത്. പ്രത്യേകിച്ച് ഭഗവാനെ പോലുള്ള ഒരു ഉഗ്രമൂർത്തി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും ശക്തനായ ഒരു മൂർത്തിനെ അനാവശ്യങ്ങൾ പറയാ, എന്നിട്ട് അത് പിന്നെ കുടുംബ ദുരിതങ്ങൾ കിട്ടുക, അല്ലെ? അല്ലെങ്കിൽ ഇത് പറയുന്നവരെ ചീത്ത വിളിക്കുക. എന്തിനാ അതിന്റെ ആവശ്യം? നമ്മളൊരു കാര്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അറിയാത്തവരിലേക്ക് അറിയുന്ന ഒരു കാര്യത്തിന് പകർന്നു കൊടുക്കുകയാണ്. ആ പകർന്നു കൊടുക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് അനാവശ്യം പറയണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു നിലപാടാണ്. ഞാൻ എന്റെ കാര്യമില്ല കേട്ടോ പറഞ്ഞ, ഒരുപാട് ആളുകളുടെ വീഡിയോസിന്റെ അടിയിൽ ഇങ്ങനെ നെഗറ്റീവ്, അതുപോലെ അതിപ്പോ വ്യക്തികളെ നിങ്ങൾ എന്തുകൊണ്ടെന്നും പറഞ്ഞു, ഭഗവാനെ പറ്റി പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവുന്നുണ്ട്. വ്യക്തികളെ പറ്റി ഇപ്പൊ നമ്മളെ പറ്റി പറയാണ് നമ്മൾ അനാവശ്യക്കാരനാണ് അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കാതിരിക്കുന്നത്, അതൊക്കെ നിങ്ങൾ പറഞ്ഞോളാം, വിരോധമുള്ള കാര്യമില്ല. പക്ഷെ ഭഗവാനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതൊരു വലിയൊരു വേദന ഉണ്ടാക്കുന്നുണ്ട്. അത് സ്വാമി ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്തർക്കും ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ആദ്യം തന്നെ ഭഗവാനെ പറ്റി തിരിച്ചറിയുക, ഭഗവാൻ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളെപ്പോഴും അതിനൊരു കമന്റ് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായി അറിയണം, അല്ലെങ്കിൽ നമുക്ക് അതിലൊരു ദുരനുഭവം ഉണ്ടാവണം. ദുരനുഭവം ഉണ്ടാവുന്നവർ നമ്മളെ വിളിക്കൂ, നമ്മൾ പറഞ്ഞുതരാം അത് എങ്ങനെ സംഭവിച്ചു, അത് എങ്ങനെയാണ് ഉണ്ടായത്, അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് നമ്മൾ കേട്ടോ. അല്ലാതെ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ അറിവില്ലാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. പിന്നെ വ്യക്തികളെ പറ്റിയിട്ട് അനാവശ്യം പറയാന്നുള്ളത്, ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ കണ്ടു, അല്ലെങ്കിൽ ഒരു സിനിമ, ഒരു സെലിബ്രിറ്റി, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, നമ്മൾ അയാളെ പറ്റിയിട്ട് കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് അയാളിൽ നിന്നൊരു അനുഭവം ഉണ്ടായിരിക്കണം, അല്ലെ? വെറുതെ നമ്മൾ കാണുന്നവരെയൊന്നും കുറ്റം പറയണത് ഒരു നല്ല സംസ്കാരം അല്ല കേട്ടോ. നമ്മുടെ സംസ്കാരത്തിന്, ഭാരതീയ സംസ്കാരത്തിന് അനുയോജ്യമല്ല അത്. ഇനിയിപ്പോ അതില് പെടാത്തവരുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഞാൻ തന്നെ ഒരു വ്യക്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടാവണം, അല്ലെങ്കിൽ മാത്രമേ പറയുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ഒരാളെങ്ങനെ ഉപദ്രവിക്കുന്ന രീതി ചെയ്യില്ല. അപ്പൊ ഭഗവാനെ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള കാര്യം വെച്ചാൽ സ്വാമി പൊന്നുണ്ണി വിഷ്ണുവായെ പറ്റിയിട്ട് അനാവശ്യമായിട്ടുള്ള ദുർപ്രചരണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുക. അതൊക്കെ ചിത്രീകരിക്കുന്നതിന് മുൻപായിട്ട് സ്വാമിയെ പറ്റി വ്യക്തമായിട്ടൊന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് പുസ്തകങ്ങളിലൂടെ അറിയാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അറിയുന്നവരായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എന്താണെന്നുള്ളത് നിങ്ങൾ ആചരിക്കണ്ട. പക്ഷെ വെറുതെ എതിർക്കാനുള്ള ഒരു അവസ്ഥ വരണ്ട എന്ന് വെച്ചാൽ അത് ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അത്രയും ശക്തമായിട്ടുള്ള ഒരു മൂർത്തിനെ നമ്മൾ എതിർക്കുമ്പോഴും അനാവശ്യം പറയുമ്പോഴും അതിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന തന്നെയാണ്, ദുരനുഭവം ഉണ്ടാവുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അത് ഞാനൊരു ഇതായിട്ട് പറഞ്ഞതല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു വെച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ്. എൻ്റെ അടുത്ത് പലരും വന്ന അനിഷ്ടം പറഞ്ഞിട്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ കിട്ടിയതായിട്ട് നമുക്ക് അറിവുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ വെറുതെ, നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാനല്ല, നമുക്ക് ഭഗവാനെ പ്രചരണങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടാ. സ്വാമിയുള്ളടത്ത് വളരെയധികം ധനാഭിവൃദ്ധി ഉണ്ടാവുന്നതും കുടുംബ ഐക്യം, സന്തോഷം, സമത്വം ഒക്കെ സ്വാമിയുള്ളടത്ത് ഉണ്ടാവുന്നതാണ്. ഞങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ള പെരിങ്ങോട്ടര വന്നിട്ടുള്ള മഠങ്ങളിൽ നിങ്ങൾ നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും എത്രയോ ധനബലത്തോടു കൂടിയിട്ടും സൗഖ്യത്തോടു കൂടിയിട്ട് അവർ ജീവിച്ചു പോകണം. ആർക്കും ഒരു ദുരിതമോ ബുദ്ധിമുട്ടോ ഇല്ല. അപ്പൊ അത് തന്നെ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിലായാലും എനിക്കായാലും ദുരനുഭവങ്ങൾ ഇല്ലാണ്ടും ദുരിതങ്ങൾ ഇല്ലാണ്ടും ഭഗവാൻ കൊണ്ടുപോകുന്നുണ്ട്.
അപ്പൊ അതൊക്കെ സ്വാമിയുടെ ഒരു അനുഗ്രഹമാണെന്ന്. അപ്പൊ സ്വാമിയെ പറ്റിയിട്ട് ദുർപ്രചരണം നടത്തുന്നത് തെറ്റാണ്. നല്ല രീതിയിൽ സ്വാമിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് നിശബ്ദമായിരിക്കല്ലേ നല്ലത്. അറിവില്ലാത്ത കാര്യത്തിനെ പറ്റി നമ്മൾ പറയരുത്, അറിവുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കും നമ്മുടെ ഭാഗത്തുനിന്ന്. അത് ഏത് കാര്യമാണെങ്കിലും അറിവുള്ളതിനെ പറ്റി മാത്രം സംസാരിക്കുക. പിന്നെ എന്തിനേയും എതിർക്കുന്ന, എന്തിനേയും തെറ്റു പറയുന്ന ഒരു സമൂഹം നമ്മുടെ എപ്പോഴും ഉള്ളതാണ്. ഒരു നെഗറ്റീവിന് ഒരു പോസിറ്റീവ്, ഒരു പോസിറ്റീവിന് ഒരു നെഗറ്റീവ് എപ്പോഴും ഉണ്ടാവണം. അപ്പൊ അത് കൂടുതലും നമുക്കത് പിന്നീട് മനസ്സിലാക്കി വരും തോറും ആ നെഗറ്റീവ് വശം കുറഞ്ഞു കുറഞ്ഞ് പോസിറ്റീവിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് ആളുകൾക്ക് സ്വാമിയെ പറ്റി അറിയാത്തതുണ്ട്. അവരും അറിഞ്ഞ് സ്വാമിയെ മനസ്സിലാക്കുകയും സ്വാമിയെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. വെച്ചാൽ ഒരുപാട് അന്യമതസ്ഥര്, മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ എൻക്വയറികൾക്കായാലും കാര്യങ്ങൾക്കായാലും ഓടി വരുന്നുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുന്നു. സ്വാമിയെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ആ സഹോദരങ്ങൾ വരുന്നത്. വളരെ സ്നേഹപൂർവ്വം സ്വാമിയെ കൊണ്ടു നടക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. വളരെ എല്ലാം ഭക്തിയോടുകൂടി കൊണ്ടു നടക്കുന്നവരൊന്നും. അപ്പൊ അതൊക്കെ സ്വാമിയെ പറ്റി കൂടുതൽ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വാമി എന്താണെന്ന്, സ്വാമിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പുതിയ ഓരോ സിനിമ ബ്രഹ്മയുഗം കണ്ടവർ പലരും പറയണ്ടായി അതിൽ നല്ല കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണെന്നുള്ളത് ചിലപ്പോൾ അത് ആ രീതിയിൽ കണ്ടവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഒരു സ്വാമിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കാണുമ്പോൾ ഒരിക്കലും അതൊരു നല്ലതായിട്ട് തോന്നില്ല. ചില ആ രൂപങ്ങളും ഭാവങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതൊക്കെ വളരെ ഒരു മോശമായ രീതിയിൽ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് നല്ല രീതിയിൽ കാണിച്ചിട്ട് അതിനെ അവതരിപ്പിക്കാമായിരുന്നു. അപ്പൊ അത് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വാമിയുടെ ഉപാസകരും ഭക്തരൊക്കെ ഭയങ്കര ദുർവാശിക്കാരാണ് എന്നുള്ളതൊക്കെയാണ് നമുക്കതിൽ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെയധികം സൗമ്യ സ്വഭാവക്കാരായിരിക്കും സ്വാമിയുടെ ഉപാസകരും സ്വാമിയുടെ കർമ്മങ്ങൾ ചെയ്യുന്നവരും. അപ്പൊ അത് അങ്ങനെയല്ല. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾ ജീവിച്ചിരുന്നു വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആവില്ലല്ലോ. അപ്പൊ അത് അങ്ങനെയല്ല അതിന്റെ സംവിധാനങ്ങൾ. അപ്പൊ അതൊക്കെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് മനസ്സിലാകാവുന്ന രീതിയിലായിരിക്കണം എല്ലാത്തിന്റെയും ചിത്രീകരണം. അപ്പൊ നമ്മളാണെങ്കിലും വീഡിയോസിൽ വന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ ചിത്രീകരിക്കണ്ടേ, എന്നാലല്ലേ അത് ജനങ്ങളിലേക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് ചിത്രീകരിക്കുന്ന നല്ലൊരു രീതിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. വേറെ ഒരു രീതിയിലുള്ള അഭിപ്രായമല്ല. ഞാൻ വിഷ്ണുമായ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പറയേണ്ടതായിട്ടുള്ള അത്യാവശ്യകത വന്നുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. എനിക്ക് സ്വാമിയോടുള്ള ഇഷ്ടം കൊണ്ട് സ്വാമിയെ പറ്റി ആരും അനാവശ്യം പറഞ്ഞാലും ഞാൻ അതിനെ എതിർക്കും. അത് എനിക്ക് നല്ല അനുഭവങ്ങൾ സ്വാമിയിൽ നിന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമിയിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും സ്വാമിയെ വെച്ച് ആരാഴ്ച ഒരിക്കലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതാണത്. അപ്പൊ എന്തായാലും നല്ലൊരു രീതിയിലുള്ള സ്വാമിയുടെ ഭക്തരുണ്ടാവട്ടെ. സ്വാമി ഒരുപാട് അടുത്തറിയുന്നവരുണ്ടാവട്ടെ. സ്വാമിയുടെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളിലും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.